സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് പറയുകയാണ്, ഞാനൊരു റിസ്ക് എടുക്കുകയാണ്. എൻ്റെ മുന്നിലുള്ള ധാരണകളെ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നിങ്ങൾക്ക് അതിലെതിരഭിപ്രായമുണ്ടെങ്കിൽ എൻ്റെ തെറ്റിദ്ധാരണകൾ എനിക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. എൻ്റെ മനസ്സിൽ തോന്നുന്ന യുക്തികളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടി നിശാന്ത് പെരുമന. നിശാന്തിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് നിശാന്തിനെതിരെ സുഡാപ്പികൾ കേസ് കൊടുത്തപ്പോഴാണ്. സുഡാപ്പികൾ കേസ് കൊടുത്ത ആലപ്പുഴയിൽ ഒരു വലിയ റാലികളൊക്കെ നടത്തിയിരുന്നു. അപ്പം അന്ന് നിശാന്തിന് സ്വന്തം മുഖം കാണിക്കാനുള്ള ധൈര്യമൊന്നും അക്കാലത്തില്ലായിരുന്നു. എപ്പോഴും തിരിഞ്ഞു നിന്നിരുന്ന ഒരു ഫോട്ടോ ആണ് നിശാന്ത് പ്രൊഫൈൽ ഇട്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിശാന്തിൻ്റെ പല നിലപാടുകളും ഒരു സംഘി ലെവലിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പല നിലപാടുകളും ഒരു സുഡാപ്പി ലെവലിലാണെന്ന് നിശാന്തിനും തോന്നിയിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ നിഷേധിക്കുന്നില്ല. അതൊക്കെ ഞാൻ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അറിവും അനുഭവങ്ങളും വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ അറിവും അനുഭവങ്ങളും അല്ല എനിക്കുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണ്. അപ്പോൾ അതിലൊന്നും എനിക്ക് തർക്കിക്കാനൊന്നും താല്പര്യമില്ല. ഇതിൽ നിങ്ങൾ മേലെ ശ്രദ്ധിച്ചോ, നിശാന്തിൻ്റെ ID ഷിഫാന സലാം. എങ്ങനെയാണ് നിശാന്തിൻ്റെ ID? ഇത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മുസ്ലിങ്ങളെ നന്നാക്കാൻ ഇറങ്ങിയിരുന്നത് ഇങ്ങനെ ഫേക്ക് ID-യിലൂടെയാണ്. അപ്പോൾ സ്വന്തം ID-യിലും സ്വന്തം മുഖത്തിലുമൊക്കെ ഇന്ന് ആളുകൾക്ക് ഭയമില്ലാതെ, കേസുകളില്ലാതെ പറയാൻ സാധിക്കുന്നത് ഒരു സുഡാപ്പി അയാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നേടിത്തന്നതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് പോട്ടെ, അത് വേറെ കാര്യം. ഇതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു സംഗതി. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സമ്മർദ്ദം കൊണ്ട് മതമില്ലാത്ത ജീവൻ പാഠഭാഗം പിൻവലിക്കുക, ജനറൽ ന്യൂട്രൽ യൂണിഫോമിൽ U-ടേൺ അടിക്കുക. ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പോൾ ഈ മതമില്ലാത്ത ജീവൻ അല്ലെങ്കിൽ നിരീശ്വരവാദത്തോട് എതിർപ്പുള്ള ഒരേ ഒരു വിഭാഗം മുസ്ലിങ്ങളാണ് എന്നാണോ നിശാന്ത് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും കൂടുതൽ എതിർപ്പുകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടാവും. പക്ഷേ അത് മറ്റുള്ളവരും കൂടി പിന്തുണച്ചത് കൊണ്ടല്ലേ അതിനെതിരെ സർക്കാരുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. അപ്പം അത് മുസ്ലിങ്ങളുടെ മാത്രം തലയിലിടുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നിശാന്തിനെ പോലെയുള്ള ആൾക്കാർക്ക് തെറ്റുപറ്റുന്നത്. അപ്പോൾ ഇത് ജനറൽ ന്യൂട്രൽ യൂണിഫോം മുസ്ലിങ്ങൾ മാത്രമാണ് എതിർക്കുന്നത്, മറ്റുള്ള മതക്കാരൊക്കെ ഇത് അനുകൂലിക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശനൊക്കെ, എനിക്ക് വേറെ മതക്കാർ വന്നതായി ഓർക്കുന്നില്ല, വെള്ളാപ്പള്ളി നടേശനൊക്കെ അതിനനുകൂലിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ അകത്തായിരുന്നു. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ തലയിൽ മാത്രം ഇടരുത്. പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഇതൊക്കെ തടഞ്ഞത് നിർത്തിയത് എന്നുള്ളൊരു വാദമൊന്നും ശരിയല്ല. അത് തെറ്റായ ഒരു വായനയാണ്. തീർച്ചയായിട്ടും കൂട്ടത്തിൽ കുറച്ചും കൂടി സ്പിരിറ്റ് മുസ്ലിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും എന്നല്ലാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മൗനാനുവാദമില്ലാതെ അതൊന്നും മുസ്ലിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ അത് നിശാന്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല എനിക്ക് കൂടുതൽ പ്രശ്നമായിട്ട് തോന്നിയത്. ചോദ്യപേപ്പർ തയ്യാറാക്കിയ കുറ്റത്തിന് ജോസഫ് മാഷിനുള്ള ജോസഫ് മാഷിനോടുള്ള ഇടത് മനോഭാവം മാത്രമൊന്നുമല്ല. സഭക്കാർ തന്നെ ജോസഫ് മാഷിനെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളൊക്കെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജോസഫ് മാഷിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത്. നാട്ടുകാർ മൊത്തം സപ്പോർട്ടായിരുന്നുവെങ്കിൽ, മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ജോസഫ് മാഷിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യില്ല. തീർച്ചയായിട്ടും ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ ഭീകരാക്രമണം നടത്തിയത് മുസ്ലിങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ജോസഫ് മാഷിൻ്റെ കൂടെ ഞാൻ വേദി പങ്കിട്ടതും. ഇനിയും വേദി പങ്കിടാനുണ്ടെങ്കിൽ വേദി പങ്കിടുകയും ചെയ്യും, സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. ഇതാണ് പോയിന്റ്. 5-ാം മന്ത്രിയുടെ കടംപിടുത്തത്തിന് മുന്നിൽ മറ്റുള്ളവർ അടിയറവ് പറഞ്ഞു. എങ്ങനെയാണ് 5-ാം മന്ത്രിയുടെ കടംപിടുത്തം ഒരു മോശമാകുന്നത്? കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് 5 മന്ത്രിമാർ ഉണ്ടായാൽ എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലായിട്ടില്ല. നായന്മാരാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ കേരളത്തിൽ 32 വർഷം മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചിട്ടുള്ളത് നായന്മാരാണ്. ഇവിടെ ആരെങ്കിലും ജാതി പറഞ്ഞിട്ട് അതിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. മന്ത്രിമാരുടെ കണക്ക് നോക്കിയാൽ അതിലും ഏറ്റവും കൂടുതൽ നായന്മാരായിരിക്കും. ആരെങ്കിലും ഇവിടെ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പൊളിറ്റിക്കൽ നായരിസം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. നമുക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ കാലയളവുകൾ പരിശോധിക്കാം. നായർ മൊത്തം ഭരണകാലം 11,733 ദിവസം, അതായത് 32 വർഷം 49 ദിവസം. മുഖ്യമന്ത്രിമാർ കരുണാകരൻ, നായനാർ, അച്യുതമേനോൻ, വാസുദേവൻ നായർ, താണുപിള്ള. നായനാർ 3,943 ദിവസം, 10 വർഷം 353 ദിവസം നായനാർ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. കരുണാകരൻ 3,888 ദിവസം, അതായത് 10 വർഷവും 238 ദിവസവും കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. ആളും നായരാണ്. 3,087 ദിവസം, അതായത് 8 വർഷവും 171 ദിവസവും. ഇത് അച്യുതമേനോനാണെന്ന് തോന്നുന്നു. ഇത് PK വസുദേവൻ നായരാണ്. 413 ദിവസം, 1 വർഷം 48 ദിവസം. ഇത് പട്ടം താണുപിള്ള 400 ദിവസം, അതായത് 1 വർഷം 35 ദിവസം. ഇയാളും ഒരു പിള്ളയാണ്, നായരാണ്. ഈഴവർ 15 വർഷം 337 ദിവസം ഭരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈഴവർ ഭരിക്കുന്നത് കൊണ്ട്
എനിക്ക് വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഈഴവന്മാർ അങ്ങനെ നായന്മാരത്ര വർഗീയതയും ജാതീയതയും ഒന്നും പറയുന്നതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. മാത്രമല്ല ഈഴവന്മാരെ അധികാരത്തിൽ കയറ്റിയത് മുസ്ലിം ലീഗൊന്നുമല്ല. ഒരു ഇഴവനെങ്ങാണ്ടോ കോൺഗ്രസിന് മന്ത്രിയായിട്ട് വന്നിട്ട് വളരെ ചുരുങ്ങിയ കാലം. അപ്പോൾ ഈ നായന്മാരും ഈ സമുദായ സംഘടനകളൊക്കെ സ്വാധീനം ചെലുത്തിയിട്ട് അല്ലെങ്കിൽ വർഗീയത പറഞ്ഞിട്ട് ഒക്കെ കളിക്കുന്നത് UDF കാലഘട്ടത്തിലാണ്. താക്കോൽ സ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പെരുന്നയിലോ അവിടെയൊക്കെ പോയിട്ട് കമിഴ്ന്ന് വീഴുന്ന പരിപാടിയൊക്കെ UDF മന്ത്രിമാരുടെ ഒരവസ്ഥയാണ്. അപ്പോൾ ഇവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നത് പാണക്കാട് തങ്ങന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മുസ്ലിങ്ങളാണ്. അതായത് പൊതുവെ ക്രിസ്ത്യാനികളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ പാണക്കാട്ട് തങ്ങന്മാരുടെ തൊടൽ എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിലുള്ള ഒരു കയറുണ്ടല്ലോ, നായ്ക്കളൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ആ തൊടൽ, ആ ചങ്ങല, പാണക്കാട്ട് തങ്ങന്മാരുടെ ചങ്ങല കഴുത്തിലിട്ട് നടക്കുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ. അപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരെ എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്വാധീനിച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ടൊക്കെ പോരും. അതുകൊണ്ട് ഇതൊന്നും വലിയ കുഴപ്പമില്ല എന്നാണ് പറയാറ്. അതുകൊണ്ടാണ് 5-ാം മന്ത്രി വിവാദമൊക്കെ ഉണ്ടാകുന്നത്. കാരണം അതിനൊക്കെ സഹിക്കാനും ആ തല്ലുകളൊക്കെ വാങ്ങാനും മുസ്ലിം ലീഗിന് യാതൊരു മടിയുമില്ല, കുഴപ്പമില്ല. മുസ്ലിം ലീഗ് എന്ന മതത്തിൻ്റെ പേരിൽ, അപ്പോൾ മറ്റുള്ളവർ നായന്മാർ മതത്തിൻ്റെ പേരിലാണോ പാർട്ടി നടത്തുന്നതല്ലല്ലോ, ക്രിസ്ത്യാനികൾ മതത്തിൻ്റെ പേരിലാണോ? അല്ല. അപ്പോൾ മുസ്ലിങ്ങൾക്ക് തീരെ ബുദ്ധിയില്ല. മതത്തിൻ്റെ പേരിൽ പാർട്ടി നടത്തിയിട്ട് ഇങ്ങനെ നാട്ടുകാരുടെ തൊഴിയും ഏറ്റുവാങ്ങി, ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പം മുസ്ലിങ്ങളാരും അങ്ങനെ തിരിച്ചിട്ട് അങ്ങനെ പറയാറില്ല, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ മന്ത്രി വിവാദം, പിന്നെ മുറിയൻ റിയാസ്, നാളെ പിണറായി വിജയനെ കൊന്നിട്ട് അല്ലെങ്കിൽ റിയാസ് മുഖ്യമന്ത്രിയാവും. ഇതൊക്കെയാണ് കേരളത്തിലെ വമ്പൻ പേടി. ഇവിടെ നായർ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഒരു മുസ്ലിമും ഭയപ്പെട്ടിട്ടില്ല, ഒരു ക്രിസ്ത്യാനി മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഒരു മുസ്ലിമും ഭയപ്പെട്ടിട്ടില്ല. അപ്പോൾ ക്രിസ്ത്യാനികളിലും പല ജാതികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് പിടുത്തമില്ല. അവരിലെ മുന്നാക്ക വിഭാഗമാണ് ഈ സിറിയൻ ക്രിസ്ത്യൻ എന്നൊക്കെ പറയാറുണ്ട്. പിണറായി 8 വർഷം 10 ദിവസം, അച്യുതാനന്ദൻ 5 വർഷം 1 ദിവസം, ആർ ശങ്കർ 350 ദിവസം, 350 ദിവസം, ഇനി സിറിയൻ ക്രിസ്ത്യൻ. അപ്പോൾ ഇവർ ക്രിസ്ത്യാനികൾ എന്തോ ഒരു വലിയ വിഭാഗമാണെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. എനിക്ക് ക്രിസ്ത്യാനിറ്റിയെ പറ്റിയിട്ടൊന്നും അറിയില്ല. എൻ്റെ ചുറ്റുവട്ടത്തൊന്നും ക്രിസ്ത്യാനികളില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അറിയാൻ വയ്യ. എന്തായാലും 12 വർഷം 151 ദിവസവും ഇവർ കേരളം ഭരിച്ചിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ ചെലവിൽ. ആൻ്റണി 6 വർഷം 89 ദിവസം, ഉമ്മൻചാണ്ടി 2253 ദിവസം, 6 വർഷം 62 ദിവസം. പിന്നെ നമ്പൂതിരി, നമ്മൾ നമ്പൂതിരിമാരെ പറയുമെങ്കിൽ പാവങ്ങളാണ്. ആകെ 4 വർഷം അങ്ങാണ്ട് ഭരിച്ചിട്ടുള്ളൂ. മന്ത്രിമാരും കുറവാണ്. ഏറ്റവും കൂടുതൽ മന്ത്രിമാരുണ്ടാവുന്നത് ഈ നായന്മാരിൽ നിന്നും ക്രിസ്ത്യന്മാരിൽ നിന്നുള്ളതാണ്, മുന്നാക്ക ക്രിസ്ത്യാനികളിൽ നിന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. എന്നിട്ട് ഇവന്മാർക്ക് കടി തീരുന്നില്ല. CH മുഹമ്മദ് കോയ 53 ദിവസം, ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഇല്ല എന്ന് പറയുന്നതിന് ഇങ്ങനെയുള്ള നക്കാപ്പിച്ച വാങ്ങിയിട്ട്. ഇതാണ് മുസ്ലിം ലീഗിനോടൊക്കെ മുസ്ലിം ചെറുപ്പക്കാർക്ക്, പുതിയ മുസ്ലിം ചെറുപ്പക്കാർക്കൊക്കെ വെറുപ്പ് തോന്നാൻ കാരണം അവർക്കൊന്നും അഭിമാനത്തോടുകൂടി കേരളത്തിൽ നടക്കാൻ കഴിയുന്നില്ല. ഇത് കേരളത്തിലെ സ്കൂളുകളുടെ ലിസ്റ്റാണ്. ഇതിൽ ഗവൺമെൻറ് ഉണ്ട്, നോൺ ഗവൺമെൻറ് ഉണ്ട്. പക്ഷേ ഇതിൽ എയ്ഡഡ് ഇങ്ങനെ നോക്കിയാൽ മതി. ആകെ ഇല്ലാത്തത് ഈ ദളിതന്മാർക്ക് മാത്രമാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി ആകാത്തതും ഈ ദളിതന്മാരാണ്. അപ്പോൾ ഇതൊക്കെയാണ് മുസ്ലിങ്ങൾ തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ സംഗതികളുണ്ട്. അപ്പോൾ അതൊക്കെ കേരളം മുഴുവനും ചർച്ച ചെയ്യേണ്ടതാണ്. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ കൂടുതലും ക്രിസ്ത്യാനികളുടേതാണ്, നായന്മാരുടേതാണ്. അപ്പോൾ ഇവന്മാർക്കാണ് കൂടുതൽ വർഗീയതയും ക്രിമികടിയും ഒക്കെ. അപ്പോൾ അതൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇനിയിപ്പോൾ അവരുടേതാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ എയ്ഡഡ് കോളേജുകളിലൊക്കെ വമ്പൻ അന്യായങ്ങൾ നടക്കുന്നുണ്ട്. കോടികൾ കോഴ കൊടുത്തിട്ടാണ് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ജോലിക്ക് കയറുന്നത്. അപ്പോൾ ഇതൊക്കെ തെറ്റല്ലേ? അങ്ങനെ കോടികൾ കോഴ കൊടുത്ത് ഒരു സർക്കാർ ജോലിയിൽ കയറേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പം അങ്ങനെയുള്ള ആവശ്യം എന്തിനാണ് സർക്കാർ ഒരുക്കുന്നത്? ഇത് അനീതിയല്ലേ, ഇത് ഭരണഘടനാ വിരുദ്ധമല്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ആ രീതിയിലോട്ട് ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും സമൂഹത്തിലെ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന ആളുകളിൽ മിക്കവരും ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പുകാരാണ്. അപ്പോൾ അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. കാരണം ഈ തെമ്മാടിത്തരങ്ങളുടെയൊക്കെ ആനുകൂല്യങ്ങൾ പറ്റുന്നവരാണ് ഈ സ്വതന്ത്ര ചിന്തകരിൽ കൂടുതൽ ആൾക്കാരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഈ വിഷയത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം, ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തണം. അപ്പോൾ ശരി.